അമേരിക്ക പോലുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന ധീരയോദ്ധാവ്, ക്യൂബൻ വിപ്ലവത്തെ മുന്നോട്ട് നയിച്ചവരിൽ പ്രധാനി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയേറെ ജനകീയമാവാൻ കാരണമായവരിൽ ഒരാൾ, എണസ്റ്റോ ചെ ഗുവേര. തന്റെ മരണത്തിന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ലോക യുവാക്കളെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല. ചുമർ ചിത്രങ്ങളിലും ബാനറുകളിലും ടീഷർട്ടുകളിലും തുടങ്ങി പലയിടത്തും വിപ്ലവത്തിന്റെ തീജ്വാല പടർത്തി ഇന്നും അദ്ദേഹത്തിന്റെ മുഖം നിറഞ്ഞു നിൽക്കുന്നു. 1928 ജൂൺ 14 അർജന്റീനയിലെ റൊസാരിയോയിൽ സെലിയ ദേ ലാ സെർണ ലോസയുടെയും എണസ്റ്റോ ഗുവേര ലിഞ്ചിന്റെയും 5 മക്കളിൽ മൂത്തവനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം എണസ്റ്റോ ഗുവേര എന്നാണെങ്കിലും മാതാപിതാക്കളുടെ കുടുംബ പേരായ ലാ സെർണോ എന്നും ലിഞ്ച് എന്നും തന്റെ പേരിന്റെ കൂടെ ചെഗുവേര ഉപയോഗിക്കാറുണ്ടായിരുന്നു. പ്രസരിപ്പുള്ള കുട്ടിയായിരുന്ന ചെഗുവേരയെ കളിയാക്കി പിതാവ് ഇങ്ങനെ പറയുമായിരുന്നു: അവന്റെ ശരീരത്തിൽ ഐറിഷ് വിപ്ലവകാരിയുടെ രക്തമാണ്. ചെറുപ്പകാലത്തിലെ തന്നെ പാവപ്പെട്ട ജനങ്ങളോടുള്ള താല്പര്യം കുട്ടിയിലുണ്ടായിരുന്നു. ഇടതുപക്ഷ ചിന്താഗതികളോട് കൂടിയാണ് ആ കുടുംബം ചെഗുവേരയെ വളർത്തിയത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ആഴത്തിലുള്ള അറിവ് ഗുവേരയ്ക്കുണ്ടായിരുന്നു. ചെ എന്ന ചെല്ലപ്പേര് പിന്നീട് ക്യൂബൻ സഖാക്കൾ എണസ്റ്റോവിന് നൽകിയതാണ്. സ്പാനിഷ് ഭാഷയിൽ ചെ എന്ന പദത്തിന് ചെങ്ങാതി, സഖാവ്, സഹോദരൻ എന്നൊക്കെയാണ് അർത്ഥം. തന്റെ പിതാവിൽ നിന്നും ചെസ് കളി പഠിച്ച ചെ 12-ാം വയസ്സ് മുതൽ പ്രാദേശിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. എന്നാൽ മുതിർന്നു വരുംതോറും അദ്ദേഹത്തിന്റെ താല്പര്യം സാഹിത്യത്തിലേക്ക് മാറി. പാബ്ലോ നെരൂദ, ജോൺ കീറ്റ്സ്, ഫെഡറിക്കോ ഗാർസിയ, ഗബ്രിയേല മിസ്ത്രൽ, വാൾട്ട് വീറ്റ്മാൻ തുടങ്ങിയവരുടെ കവിതകളിൽ അദ്ദേഹം ആകൃഷ്ടനായി. റുഡ്യാർഡ് കിപ്ലിംഗിന്റെയും ഹൊസെ ഹെർണാണ്ടസിന്റെയും കൃതികൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. വീട്ടിലേതാണ്ട് 3000-ഓളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം കാറൽ മാർക്സിനെയും ജൂൾസ് വെർണയെയുമെല്ലാം മനസ്സിലാക്കി തുടങ്ങി. കൂടാതെ ജവഹർലാൽ നെഹ്റു, ആൽബർട്ട് കാമു, റോബർട്ട് ഫ്രോസ്റ്റ്, H.G. വെൽസ് തുടങ്ങിയ പ്രമുഖരുടെ പുസ്തകങ്ങളും അദ്ദേഹം ആസ്വദിച്ചു. കുറെ കൂടി മുതിർന്നപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലായി അദ്ദേഹത്തിന്റെ താല്പര്യം. തന്റെ ഇഷ്ട എഴുത്തുകാരുടെ പല ആശയങ്ങളും അദ്ദേഹം തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുമായിരുന്നു. ബുദ്ധന്റെയും അരിസ്റ്റോട്ടിലിന്റെയും ആശയങ്ങളും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ പെടുന്നു. ബെർട്രാൻഡ് റാസലിന്റെ സ്നേഹത്തെയും ദേശപ്രേമത്തെയും സംബന്ധിച്ചുള്ള പല ആശയങ്ങളും ചെഗുവേരയെ ഇക്കാലത്ത് ആകർഷിച്ചിരുന്നു. കൂടാതെ സ്വപ്ന വ്യാഖ്യാനത്തെയും ഈഡിപ്പസ് കോംപ്ലക്സിനെയും സംബന്ധിച്ചുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര പരികൽപ്പനകളും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും രചനകളിലും കടന്നുവരുന്നതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രം, കണക്ക്, രാഷ്ട്രീയം, സാമൂഹ്യശാസ്ത്രം, ചരിത്രം എന്നിവയായിരുന്നു സ്കൂൾ ക്ലാസുകളിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയങ്ങൾ. 1948 ചെ ബ്യൂണോസ് ഐറിസ് സർവകലാശാലയിൽ വൈദ്യം പഠിക്കാനായി ചേർന്നു. ലോകത്തെ അറിയാനായി വളരെയേറെ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം തന്റെ സുഹൃത്തുമായി ചേർന്ന് നടത്തിയ 2 ലോകയാത്രകൾ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ മാറ്റിമറിച്ചു. ലാറ്റിൻ അമേരിക്കയുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെയും ജനങ്ങളുടെ ജീവിതത്തെയും അടുത്തറിയാൻ ഈ യാത്രകൾ അദ്ദേഹത്തെ സഹായിച്ചു. ചെറിയ മോട്ടോർ ഘടിപ്പിച്ച ഒരു സൈക്കിളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. അർജന്റീനയുടെ വടക്കൻ പ്രവിശ്യകളിൽ നിന്നും ഏതാണ്ട് 4500 കിലോമീറ്റർ താണ്ടിയ ഈ യാത്ര 1950-ലായിരുന്നു. 1951 നടത്തിയ 2ാമത്തെ യാത്ര പെട്ടെന്നായിരുന്നു. ഇത്തവണ സുഹൃത്തായ ആൽബർട്ടോ ഗ്രനാഡോയും കൂടെയുണ്ടായിരുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടി സഞ്ചാരികൾ അവരുടെ പഠന ക്ലാസ്സിൽ നിന്നും 1 വർഷത്തേക്ക് അവധിയെടുത്തു. പെറുവിലെ ഒരു കുഷ്ഠരോഗികളുടെ കോളനിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുക എന്ന ഉദ്ദേശവും ഈ യാത്രയ്ക്കുണ്ടായിരുന്നു. ആമസോൺ നദീ തീരത്തുകൂടെയായിരുന്നു മിക്കവാറും യാത്ര. ചിലിയിലൂടെയുള്ള യാത്രയിൽ ഖനിത്തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ കണ്ട ചെ കുപിതനായി. അത്രയ്ക്ക് ദുരിതം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. മാച്ചു പിച്ചുവിലെ വിദൂര ഗ്രാമങ്ങളിലെ കഷ്ടതകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഭൂപ്രഭുക്കളുടെ പീഡനത്തിനിരയാകുന്ന കർഷകരെ അദ്ദേഹം കണ്ടു. ഈ യാത്രകളിൽ കണ്ട സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം കുറിപ്പുകൾ എഴുതി. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ പുസ്തകമായി ഇവ പിന്നീട് പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തെ ആശ്രയിച്ച് ഇതേ പേരിൽ പുറത്തിറങ്ങിയ സിനിമ ഒട്ടേറെ അവാർഡുകൾ നേടി. ബ്യൂണോസ് ഐറിസിലുള്ള വീട്ടിൽ തിരിച്ചെത്തുന്നതിനു മുമ്പായി ചെഗുവേര പെറു, ചിലി, ഇക്വഡോർ, വെനിസ്വേല, പനാമ, ഐക്യനാടുകളിലെ മിയാമി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാത്രയുടെ അന്ത്യത്തിൽ ചിതറിത്തെറിച്ചു കിടക്കുന്ന ചില രാജ്യങ്ങൾ എന്നതിലുപരി ലാറ്റിൻ അമേരിക്കൻ പ്രദേശം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞു വന്നു. അതിർത്തികളെ അതിലംഘിച്ചു നിൽക്കുന്ന ഒരു ഏകീകൃത ലാറ്റിൻ അമേരിക്കൻ സംസ്കാരം എന്ന ലക്ഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു. തിരിച്ചുവന്ന് പുനരാരംഭിച്ച പഠനം
1953 പൂർത്തിയാക്കിയതോടെ ചെഗുവര ഡോക്ടർ എണസ്റ്റോ ചെഗുവരയായി മാറി. ലാറ്റിൻ അമേരിക്കൻ യാത്രകളിൽ നിന്ന് ദാരിദ്ര്യത്തെയും പട്ടിണിയെയും രോഗപീഡനങ്ങളെയും കുറിച്ച് ലഭിച്ച അറിവാകാം ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കണം എന്ന തോന്നൽ അദ്ദേഹത്തിനുളവാക്കിയത്. ഈ യാത്രകളുടെ അനുഭവങ്ങളും അതിൽ നിന്ന് ഉൾക്കൊണ്ട നിരീക്ഷണങ്ങളും ഈ പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള ഏക പ്രതിവിധി വിപ്ലവമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാർക്സിസത്തെ പറ്റി കൂടുതലായി പഠിക്കുവാനും ഗ്വാട്ടിമലയിലെ പ്രസിഡന്റ് ജേക്കബ് അർബൻസ് ഗൂസ്മാൻ നടത്തിയ പരിഷ്കാരങ്ങളെ പറ്റി അറിയുവാനും ഈ അന്വേഷണങ്ങൾ ഇടയാക്കി. ഗ്വാട്ടിമലയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വ്യവസായ മന്ത്രി, ദേശീയ ബാങ്കിന്റെ ചെയർമാൻ തുടങ്ങിയ തസ്തികകൾ വഹിക്കുകയും ചെയ്തു. 1956 മെക്സിക്കോയിലായിരിക്കുമ്പോൾ ചെഗുവര ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവ പാർട്ടിയായ ജൂലൈ 26 മുന്നേറ്റ സേനയിൽ ചേർന്നു. തുടർന്ന് 1956 ഏകാധിപതിയായ ജനറൽ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയെ ക്യൂബയിൽ നിന്നും തുരത്തി അധികാരം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാൻമ എന്ന പായ്ക്കപ്പലിൽ അദ്ദേഹം ക്യൂബയിലേക്ക് യാത്ര തിരിച്ചു. വിപ്ലവാനന്തരം സുപ്രീം പ്രോസിക്യൂട്ടർ എന്ന പദവിയിൽ നിയമിതനായ ചെഗുവരയായിരുന്നു മുൻ ഭരണകാലത്തെ യുദ്ധ കുറ്റവാളികളുടെയും മറ്റും വിചാരണ നടത്തി വിധി നടപ്പിലാക്കിയിരുന്നത്. പുതിയ ഭരണകൂടത്തിൽ പല പ്രധാന തസ്തികകളും വഹിക്കുകയും ഗൊറില്ല യുദ്ധമുറകളെ പറ്റി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുകയും ചെയ്ത ചെഗുവര 1965 കോങ്കോയിലും തുടർന്ന് ബൊളീവിയയിലും വിപ്ലവം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്യൂബ വിട്ടു. 1966 അവസാനം പോലും ചെഗുവരയുടെ താവളം എവിടെയെന്ന് പൊതുജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ മൊസാംബിക്കിന്റെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് സംഘടനയായ ഫ്രെലിമോ തങ്ങൾ ചെഗുവരയെ ടാൻസാനിയയ്ക്കടുത്തുള്ള ഡാറസ് സലാമിൽ വെച്ച് കണ്ടു എന്ന് പ്രഖ്യാപിച്ചു. അവിടെ വെച്ച് ചെഗുവര തങ്ങളുടെ വിപ്ലവ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള താല്പര്യം അറിയിച്ചെങ്കിലും തങ്ങളത് തള്ളിക്കളഞ്ഞു എന്ന് പുറം ലോകത്തോട് പറയുകയുണ്ടായി. 1967 അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിലെ ഒരു പ്രസംഗത്തിൽ ക്യൂബയുടെ സൈനിക വിഭാഗ മന്ത്രിയായ ജുവാൻ അൽമൈദ ഇങ്ങനെ പറഞ്ഞു: ലാറ്റിൻ അമേരിക്കയിലെവിടെയോ വിപ്ലവ പരിപാടികളുമായി തിരക്കിലാണ്. ബൊളീവിയയിലേക്ക് തിരിക്കുന്നതിനു മുമ്പ് ചെഗുവര ശാരീരികമായി ആകെ മാറി. തന്റെ താടി അദ്ദേഹം വടിച്ചു കളഞ്ഞു. കൂടാതെ തലമുടിയുടെ കുറച്ചു ഭാഗവും തലമുടി ചാരനിറത്തിലുള്ള ചായം പൂശി. ഇത്തരത്തിൽ താൻ ചെഗുവരയാണെന്ന് ലോകം അറിയാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അദ്ദേഹം എടുത്തു. 1966 നവംബർ 3 അണ്ടോൾഫോ മെന ഗോൺസാൽവസ് എന്ന ഉറൂഗൻ വ്യാപാരിയുടെ വ്യാജ പേരിൽ അദ്ദേഹം ലാപാസ് വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ചെഗുവരയുടെ ആദ്യ താവളം നങ്കാഹുവ എന്ന വിദൂര ഗ്രാമത്തിലുള്ള മൗണ്ടൈൻ ഡ്രൈ ഫോറസ്റ്റ് ആയിരുന്നു. ഒരു ഗൊറില്ല സൈന്യം വാർത്തെടുക്കാനുള്ള യാതൊരു സാഹചര്യവും ആ താഴ്വരയിലുണ്ടായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ആ ദൗത്യം ഒരു വിഷമമേറിയതായിരുന്നു. അർജന്റീനയിൽ ജനിച്ച ജർമ്മനിക്കാരിയായ ടാമര ബാങ്കെ എന്ന യുവതിയായിരുന്നു ലാപാസിലെ ചെയുടെ പ്രധാന സഹചാരി. ഏതാണ്ട് 50 പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യമായിരുന്നു ചെഗുവരയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. നാഷണൽ ലിബറേഷൻ ആർമി ഓഫ് ബൊളീവിയ എന്ന പേരിലാണ് ഈ ഗൊറില്ല സൈന്യം അറിയപ്പെട്ടത്. കാമറി പ്രദേശത്ത് ഈ സൈന്യം വളരെ വിലപ്പെട്ട ചില വിജയങ്ങൾ നേടുകയുണ്ടായി. 1967 വിവിധ കാലങ്ങളിൽ ചെയുടെ സൈന്യം ബൊളീവിയൻ സേനയ്ക്കെതിരെ കടുത്ത ആക്രമണങ്ങൾ നടത്തി വിജയിച്ചു. ഇത്തരം തുടരെയുള്ള വിജയങ്ങൾ കണ്ട് ബൊളീവിയൻ സർക്കാർ ഈ സൈന്യത്തിന്റെ വലുപ്പം വളരെ വലുതായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ സെപ്റ്റംബറിൽ സേന 2 ഗൊറില്ല ഗ്രൂപ്പുകളെ പൂർണ്ണമായും നശിപ്പിച്ചു. അവരുടെ നേതാക്കളെ ക്രൂരമായി വധിച്ചു. ബൊളീവിയയിൽ ചെഗുവരയ്ക്ക് വിജയിക്കാൻ കഴിയാതിരുന്നതിന് ഒരുപാട് കാരണങ്ങൾ ചരിത്രകാരന്മാർ കണ്ടെത്തി. ചെഗുവര പ്രതീക്ഷിച്ചിരുന്നത് യാതൊരു പരിശീലനവുമില്ലാത്ത കഴിവുകൾ കുറഞ്ഞ ബൊളീവിയൻ പട്ടാളത്തെ നേരിട്ടാൽ മതിയെന്നാണ്. എന്നാൽ അമേരിക്ക ബൊളീവിയയിലെ പുതിയ വിപ്ലവത്തെ തകർക്കാനായി പ്രത്യേക പരിശീലനം നേടിയ ഒരു സൈന്യ സംഘത്തെ അയച്ചിരുന്നുവെന്ന് ചെഗുവരയ്ക്ക് അറിയുമായിരുന്നില്ല. ഈ സേന ഗൊറില്ല യുദ്ധമുറകളിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു. അവർ ബൊളീവിയൻ സൈന്യത്തെയും ഇത്തരം യുദ്ധമുറകൾ പരിശീലിപ്പിച്ചു. ചെഗുവര പ്രാദേശിക ഗ്രൂപ്പുകളിൽ നിന്നും സഹകരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല. ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ചില്ല. അവർക്ക് ഹവാനയേക്കാൾ മോസ്കോയോടായിരുന്നു അടുപ്പം. അദ്ദേഹത്തിന്റെ മരണശേഷം കണ്ടെടുത്ത ഒരു ഡയറിയിൽ ബൊളീവിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരുന്നു: വഞ്ചകർ, കൂറില്ലാത്തവർ, വിഡ്ഢികൾ. ഹവാനയുമായി വേണ്ട സമയത്ത് റേഡിയോ ബന്ധം പുലർത്താൻ ചെഗുവരയുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല. ക്യൂബയിൽ നിന്ന് അവൾക്ക് കൊടുത്തിരുന്ന 2 ഷോർട്ട് വേവ് റേഡിയോകളും തകരാറുള്ളവയായിരുന്നു. ഗറില്ലകൾ കാടിനുള്ളിൽ വേണ്ട ആവശ്യവസ്തുക്കൾ കിട്ടാതെ ഒറ്റപ്പെട്ടു. ഇതുകൂടാതെ പ്രാദേശിക നേതാക്കളും സംഘങ്ങളുമായി ഒരു സമവായത്തിന് ശ്രമിക്കാതെ അവരുമായി ഏറ്റുമുട്ടാനാണ് ചെഗുവര പലപ്പോഴും ശ്രമിച്ചത്. അത് ഇദ്ദേഹം പ്രതീക്ഷിച്ച സഹകരണം കിട്ടാതിരിക്കാൻ ഇടയായി. കോങ്കോയിലും
ഇതുതന്നെ സംഭവിച്ചു. ക്യൂബയിലും ഇതുണ്ടായിരുന്നുവെങ്കിലും തക്ക സമയത്ത് ഫിഡൽ ഇടപെട്ട് അതെല്ലാം പരിഹരിച്ചു. ബൊളീവിയയിൽ തന്റെ സേനയിൽ ചേരാൻ പ്രദേശവാസികളെ അദ്ദേഹത്തിന് കിട്ടിയില്ല. ബൊളീവിയയിലെ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ഡയറിയിൽ ചെഗുവര ഇങ്ങനെ എഴുതി: കർഷകർ യാതൊരു സഹായവും ഞങ്ങൾക്ക് നൽകിയില്ല എന്നു മാത്രമല്ല, അവർ ഒറ്റുകാരായി മാറുകയും ചെയ്തു. ഫെലിക്സ് റോഡ്രിഗ്സ് എന്ന ഉദ്യോഗസ്ഥനാണ് ചെഗുവരയെ പിടിക്കാനുള്ള സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ സേനാ തലവനായിരുന്നത്. ബൊളീവിയൻ കാടുകളിൽ നിന്ന് ചെഗുവരയെ ഏതുവിധേനയും പിടിക്കുക എന്നതായിരുന്നു ദൗത്യം. നാസി യുദ്ധ കുറ്റവാളിയായിരുന്ന ക്ലോസ് ബാർവി എന്ന ആളായിരുന്നു അവസാനം വരെ ചെഗുവരയെ പിടിക്കാനായി ഈ സേനയെ സഹായിച്ചത്. ഇയാൾക്ക് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഗൊറില്ല യുദ്ധമുറകളിൽ പരിചയം നേടിയിട്ടുണ്ടായിരുന്നു. 1967 ഒക്ടോബർ 7 ഒരു ഒറ്റുകാരൻ ബൊളീവിയൻ പ്രത്യേക സേനയെ ചെഗുവരയുടെ ഒളിത്താവളത്തിലേക്ക് നയിച്ചു. ഒക്ടോബർ 8 ഏതാണ്ട് 1800ഓളം വരുന്ന പട്ടാളക്കാർ ചെഗുവരയുടെ ഒളിസങ്കേതം വളഞ്ഞു. ബൊളീവിയൻ പട്ടാള മേധാവി ബെർണാർഡിനോ ഹുൻകായുടെ വാക്കുകൾ ചെഗുവരയുടെ ജീവചരിത്രകാരൻ ജോൺ ലീ ആൻഡേഴ്സൺ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: മുറിവേറ്റ് തോക്കുപയോഗിക്കാൻ കഴിയാതെയായ ചെ പട്ടാളക്കാരെ കണ്ട് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ചെഗുവേരയാണ്. എന്നെ കൊല്ലാതെ ജീവനോടെ പിടിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വിലപ്പെട്ടത്. അന്നു രാത്രി തന്നെ ചെഗുവേരയെ ബന്ധിച്ച് തൊട്ടടുത്തുള്ള ഗ്രാമമായ ലാ ഹിഗ്വേരയിലെ ഒരു പൊളിഞ്ഞ മണ്ണുകൊണ്ടുണ്ടാക്കിയ സ്കൂളിൽ എത്തിച്ചു. അടുത്ത ദിവസം ബൊളീവിയൻ മേധാവികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ചെ തയ്യാറായില്ല. എന്നാൽ സൈനിക അംഗങ്ങളോട് പതിഞ്ഞ ഭാഷയിൽ സംസാരിച്ചു. ബൊളീവിയൻ സേനാംഗമായ ഗൂസ്മാന്റെ വാക്കുകളിൽ ആ സമയത്തെല്ലാം ചെ അക്ഷോഭനായി കാണപ്പെട്ടു. ഗൂസ്മാന്റെ വിവരണങ്ങളിൽ ചെഗുവരയെ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുകാൽ വെണ്ണയിൽ വെടിയേറ്റ മുറിവുണ്ടായിരുന്നു. മുടി പൊടി കൊണ്ട് കട്ടപിടിച്ചിരുന്നു. വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരുന്നു. ഒരു പഴയ പാദരക്ഷകളാണ് കാലിൽ ധരിച്ചിരുന്നത്. എങ്കിലും അദ്ദേഹം തലയുയർത്തി പിടിച്ച് എല്ലാവരുടെയും കണ്ണുകളിൽ നോക്കിയാണ് സംസാരിച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ചെ ആ ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപികയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. 22-കാരിയായ ജൂലിയ കോർട്ടസ് ഈ സംഭവത്തെ പിന്നീട് ഇങ്ങനെ വിവരിക്കുന്നു: അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കാൻ എനിക്കാവുമായിരുന്നില്ല. തുളച്ചു കയറുന്ന ഒരു തീക്ഷ്ണമായ നോട്ടമായിരുന്നു അദ്ദേഹത്തിന്. ഇമകളനങ്ങാതെയുള്ള പ്രശാന്തമായ നോട്ടം. സ്കൂളിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചെ ജൂലിയയോട് സംസാരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ ആഡംബര കാറുകളിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ ഈ സ്കൂൾ ഇങ്ങനെ കിടക്കുന്നത് ഒരു ശരിയായ രീതിയല്ലെന്ന് ചെ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്യവസ്ഥിതിക്കെതിരായി യുദ്ധം ചെയ്യുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 9 പ്രഭാതത്തിൽ ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ചെഗുവരയെ വധിക്കാൻ ഉത്തരവിട്ടു. മാരിയോ തെരാൻ എന്ന പട്ടാളക്കാരനാണ് ചെഗുവരയെ വധിക്കാനായി മുന്നോട്ട് വന്നത്. ചെഗുവരയെ കൊല്ലാനുള്ള അധികാരം അയാൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അയാളുടെ 3 സുഹൃത്തുക്കൾ മുമ്പ് ചെഗുവരയുടെ ഗൊറില്ല സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ടുള്ള വിരോധമായിരുന്നു ഈ തീരുമാനമെടുക്കാൻ കാരണം. ചെഗുവര കൊല്ലപ്പെട്ടത് ഒരു ഏറ്റുമുട്ടലിലൂടെയാണെന്ന് ലോകത്തോട് വെളിവാക്കാനായി മുറിവുകളുടെ എണ്ണം പൊരുത്തമുള്ളതായിരിക്കണമെന്ന് ഫെലിക്സ് റോഡ്രിഗ്സ് ആ പട്ടാളക്കാരനോട് പറഞ്ഞിരുന്നു. യാതൊരു വിധേനയും രക്ഷപ്പെടാതിരിക്കാനാണ് ബൊളീവിയൻ പ്രസിഡന്റ് ഈ കൃത്യം വളരെ പെട്ടെന്ന് തന്നെയാക്കിയത്. കൂടാതെ വിചാരണ എന്ന നാടകത്തെയും ഒഴിവാക്കാൻ ഈ തീരുമാനം കൊണ്ട് അവർക്ക് കഴിഞ്ഞു. വധിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് നിന്റെ അറിവില്ലായ്മയെക്കുറിച്ച് നീ ചിന്തിക്കുന്നുവോ എന്ന് പട്ടാളക്കാരൻ ചെഗുവരയോട് ചോദിച്ചു. ഉറച്ച മറുപടി വന്നു: ഇല്ല, ഞാൻ ചിന്തിക്കുന്നത് വിപ്ലവത്തിന്റെ അമരത്വത്തെക്കുറിച്ചാണ്. തെരാൻ തന്നെ വധിക്കുവാൻ കുടിലിലേക്ക് കടന്നപ്പോൾ ചെ അയാളോട് പറഞ്ഞു: എനിക്കറിയാം നീ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന്. നിറയൊഴിക്കൂ ഭീരു, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത്. തെരാനൊന്ന് പതറിയെങ്കിലും തന്റെ യന്ത്രത്തോക്ക് കൊണ്ട് ചെഗുവരയ്ക്ക് നേരെ നിറയൊഴിച്ചു. കൈകളിലും കാലുകളിലും വെടിവെച്ചു. ചെ നിലത്തു വീണ് പിടഞ്ഞു. കരയാതിരിക്കാനായി തന്റെ കൈകളിൽ ചെ കടിച്ചു പിടിച്ചിരുന്നു. നെഞ്ചിലുൾപ്പെടെ 9 പ്രാവശ്യം തെരാൻ ചെഗുവരയ്ക്ക് നേരെ നിറയൊഴിച്ചു. 5 പ്രാവശ്യം കാലുകളിലായിരുന്നു. 2 എണ്ണം യഥാക്രമം വലതു തോളുകളിലും കൈയിലും, 2 എണ്ണം നെഞ്ചിലും, അവസാനത്തേത് കണ്ടനാളത്തിലുമായിരുന്നു വെടിയേറ്റത്. മരണശേഷം ചെഗുവരയുടെ ശവശരീരം ഒരു ഹെലികോപ്റ്ററിന്റെ വശത്ത് കെട്ടിവെച്ച നിലയിലാണ് കൊണ്ടുപോയത്. വല്ലൈൻ ഗ്രാൻഡയിലുള്ള ഒരു ആശുപത്രിയിലെ അലക്കുമുറിയിലാണ് ചെഗുവരയുടെ മൃതശരീരം കിടത്തിയിരുന്നത്. മരിച്ചത് ചെഗുവര തന്നെയെന്ന് ഉറപ്പിക്കാനായി ധാരാളം ദൃക്സാക്ഷികളെ കൊണ്ടുവന്ന് മൃതശരീരം കാണിച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ബ്രിട്ടീഷ് പത്രലേഖകനായിരുന്ന റിച്ചാർഡ് ഗോഡ്. അദ്ദേഹമാണ് ചെഗുവരയെ ജീവനോടെ കണ്ട ഏക സാക്ഷിയെന്നും പറയപ്പെടുന്നു. മരിച്ചു കിടക്കുന്ന ചെഗുവരയെ അവിടുത്തെ ആളുകൾ ഒരു വിശുദ്ധനെ പോലെയാണ് നോക്കിക്കണ്ടത്.
ഇംഗ്ലീഷ് നിരൂപകനായ ജോൺ ബർഗർ ചെഗുവേരയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ ചിത്രങ്ങളെ വിശ്വവിഖ്യാതമായ 2 ചിത്രങ്ങളോടാണ് ഉപമിച്ചത്. അതിലൊന്ന് ക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആൻഡ്രിയ മാൻഡ്രഗിന് വരച്ച ഒരു ലോക പ്രശസ്ത ചിത്രം കൂടിയായിരുന്നു. മരണത്തിന് 50 വർഷങ്ങൾക്കു ശേഷവും ചെഗുവേരയുടെ ജീവിതം വിവാദപൂർണമായി തന്നെ തുടരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യം അദ്ദേഹത്തെ ഇന്നും പിടികിട്ടാത്ത ഒരു പ്രത്യേകതരം വ്യക്തിയായി നിലനിർത്തുന്നു. ക്യൂബയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു ജനപ്രിയ നായകനായി ചെ മാറി. സ്കൂൾ കുട്ടികൾ ഞങ്ങൾ ചെഗുവേരയെ പോലെയാകും എന്ന് എല്ലാ ദിവസവും പ്രതിജ്ഞയെടുക്കുന്നു. സ്നേഹത്തിന്റെ ജന്മസ്ഥലമായ അർജന്റീനയിൽ ചെഗുവേരയുടെ പേരിൽ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നു. ചെഗുവേരയുടെ ജന്മനാടായ റൊസാരിയോയിൽ അദ്ദേഹത്തിന്റെ ചെമ്പിൽ തീർത്ത 12 അടി നീളമുള്ള പൂർണ്ണമായ ഒരു പ്രതിമയുണ്ട്. ബൊളീവിയയിലെ ചില കർഷക ഗോത്രങ്ങൾ ചെഗുവേരയെ ഇന്നും ഒരു വിശുദ്ധനായി കാണുന്നു. അദ്ദേഹത്തിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.